രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ദില്ലി കർത്തവ്യപഥിൽ ഇന്ന് രാവിലെ 10:30 ആരംഭിക്കും. മുഖ്യാതിഥികൾ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ദെർ ലെyen, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഇവർ കർത്തവ്യപഥിൽ എത്തുന്നത് പരമ്പരാഗത ബഗ്ഗിയിലാണ്. പ്രസിഡന്റിന്റെ കുതിര വലിക്കുന്ന ബഗ്ഗി, അത് കറുത്ത നിറത്തിലുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറയാം. അതിൽ സ്വർണം പൂശിയ അശോക ചക്രം പതിച്ചിട്ടുണ്ട്. സ്വർണം പൂശിയ റിമ്മുകളാണ് ഇതിനുള്ളത്. ഇന്ത്യൻ ഓസ്ട്രിയൻ കുതിരകളുടെ മിശ്രിത ഇനമാണ് ഇത് വലിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള കാലഘട്ടത്തിൽ വൈസ്രോയ് ഇത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് രാഷ്ട്രപതി ഭവനിൽ തന്നെ തുടർന്നു. 1984 ശേഷം രാഷ്ട്രപതി ഭവനിലെ ആചാരപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ഈ വാഹനം ഉപയോഗിക്കാവൂ എന്ന് കർശനമായി പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാലും 2014 മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങിൽ പങ്കെടുക്കാൻ ബഗ്ഗി ഉപയോഗിച്ചിട്ടുണ്ട്. 2017 സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുമ്പോൾ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ബഗ്ഗി ഉപയോഗിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ പൊതുചടങ്ങുകളിൽ നിർത്തലാക്കിയ പ്രസിഡൻഷ്യൽ ബഗ്ഗി റൈഡിന്റെ പാരമ്പര്യം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം 2014 മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങിൽ പങ്കെടുക്കാൻ ഉപയോഗിച്ചു. 2017 ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായ സത്യപ്രതിജ്ഞ ശേഷം രാഷ്ട്രപതി ഭവന്റെ മുൻവശത്ത് ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ശ്രീ കോവിന്ദ് ഈ പാരമ്പര്യം തുടരുകയായിരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപ് മുൻ രാഷ്ട്രപതി പരേതനായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതി ഭവന്റെ എക്സിറ്റ് ഗേറ്റിലെത്താൻ ബഗ്ഗി ഉപയോഗിച്ചിരുന്നു. അവിടെ നിന്നും ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം കാറിൽ യാത്ര ചെയ്തു. എന്നാലും അന്ന് സുരക്ഷാ ഏജൻസികൾ തുറന്ന ബഗ്ഗിയെ സുരക്ഷാ ഭീഷണിയായി കണ്ടിരുന്നു. തുടർന്ന് പരമ്പരാഗത വണ്ടികൾക്ക് പകരം ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ ഉപയോഗിക്കുകയായിരുന്നു. ദേശീയ ചിഹ്നമായ അശോക ചിഹ്നം സ്വർണത്തിൽ കൊത്തിയെടുത്തതും 6 കുതിരകൾ വലിക്കുന്നതുമായ കറുത്ത രഥമായ പ്രസിഡൻഷ്യൽ ബഗ്ഗി ബ്രിട്ടീഷ് ഭരണകാലത്ത് വൈസ്രോയ് ഉപയോഗിച്ചിരുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് രാഷ്ട്രപതി ഭവനിൽ തന്നെ തുടർന്നു. PBG ആണ് ഏറ്റവും പഴക്കമുള്ള കുതിരപ്പട യൂണിറ്റ്. പരേഡിൽ 55 കുതിരകൾ പങ്കെടുക്കുന്നു. 6 കുതിരകളാണ് പ്രസിഡൻഷ്യൽ ബഗ്ഗി വലിക്കുന്നത്. ഇന്ത്യൻ ഓസ്ട്രിയൻ കുതിരകളുടെ മിശ്രിതത്തിന് കുറഞ്ഞത് 150 സെന്റിമീറ്റർ ഉയരവും ഏകദേശം 500 കിലോഗ്രാം ഭാരവുമുണ്ട്. അവയുടെ നിറങ്ങൾ ബേ ഡാർക്ക് മുതൽ ഗ്രേ വരെയാണ്. കുതിരകളുടെ യൂണിഫോമിൽ വെളുത്ത ഹെഡ് കോളർ, ബ്രൈഡിൽ ബിറ്റ്, വെളുത്ത ബാഡ്ഗോർ, സ്റ്റീൽ ലെതർ റെയിനുകൾ, ലാൻസ് ബക്കറ്റ് എന്നിവ ഉൾപ്പെടുന്നു. കരസേനയുടെ റീമൗണ്ട് വെറ്ററിനറി കോർപ്സ് ഡിപ്പോകളിലാണ് കുതിരകളെ വളർത്തുന്നത്. വിവിധ ശബ്ദങ്ങളുമായി പൊരുത്തപ്പെടാൻ അവയെ പരിശീലിപ്പിക്കുന്നുണ്ട്. അവരുടെ മുകളിൽ ഇരിക്കുന്ന പട്ടാളക്കാർ, പരിശീലനം ലഭിച്ച കുതിരപ്പടയാളികൾ, പാരാട്രൂപ്പർമാർ, കവചിത യുദ്ധവാഹന ജീവനക്കാർ എന്നിവരാണ്. റൈഡർമാരുടെ യൂണിഫോമിൽ നീലയും സ്വർണവും നിറത്തിലുള്ള ആചാരപരമായ തലപ്പാവ്, ഒരു പ്രത്യേക ഫാൻ, സ്വർണ അരപ്പട്ടയുള്ള ചുവന്ന കോട്ട്, വെളുത്ത ബക്സ്കിൻ ഗ്രൗണ്ട്ലെറ്റുകൾ, വെളുത്ത ബ്രീച്ചുകൾ, സ്പർസുള്ള നെപ്പോളിയൻ ബൂട്ടുകൾ, ചുവപ്പും വെള്ളയും കുതിരപ്പടയുടെ പെണ്ണൻ കൊണ്ട് അലങ്കരിച്ച കുന്തങ്ങൾ, സാഡിലിന്റെ വശത്ത് ഉറയിട്ട കുതിരപ്പട വാൾ എന്നിവ ഉൾപ്പെടുന്നു. രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തുമ്പോൾ 105 mm ലൈറ്റ് ഫീൽഡ് ഗൺസ് ഉപയോഗിച്ചുള്ള 21 ആചാര വെടിമുഴങ്ങും. ദേശീയ പതാകയേന്തിയ 4 Mi-17 1V ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തും. രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിക്കും. കേരളത്തിന്റെ അടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരേഡിൽ അണിനിരക്കും. ന്യൂസ് ഡെസ്ക് കർമാൻസ്.